ഈശോയുടെ ധീരനായ അനുഗാമിയിലേക്ക്, ഒരു ചെറു സംശയത്തിൽ നഖമഴിഞ്ഞ ഒരു സ്നേഹത്തിലേക്ക്. ഇതായിരുന്നു ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമായുടെ ജീവിത ഗാഥ. ഭാരത മണ്ണിലേക്ക് സുവിശേഷവുമായി കടന്നു വന്ന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിത്ത് പാകിയ ആ കഥ നമുക്കൊന്നുകൂടെ കേട്ടാലോ? തോമാസ് ശ്ലീഹായുടെ ഓർമ്മ തിരുനാളായ ദുഃഖറാന നാം ജൂലൈ 3 ആചരിക്കുന്ന വേളയിൽ അല്പസമയം നമുക്ക് ഈ പുണ്യാത്മാവിൻ്റെ ഓർമ്മകളിൽ മുഴുകാം. ഏവരുടെയും ശ്രദ്ധയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. തോമാ ജയകം. സംഭവബഹുലമായ വെള്ളിയാഴ്ച. എല്ലാം പൂർത്തിയായി. അവൻ കുരിശിൽ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. പിറ്റേന്ന് സാബത്തായിരുന്നു. അവന്റെ ശരീരം കുരിശിൽ നിന്ന് നീക്കി ഒരു തോട്ടത്തിലെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. അയ്യോ, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവരെവിടെയാണ് അവരെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രഭു, അന്ന് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുന്നു. ഞാൻ അവരെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എന്റെ ഗുരു, നീ എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകാൻ പറയുക. അവിടെ അവരെന്നെ കാണുമെന്ന് പറയും. ഞങ്ങളവനെ കണ്ടു. അവനെ ഈ മനുഷ്യരുടെ അന്വേഷിക്കുന്നു. ആരെ? നമ്മുടെ ഗുരുവിനെ. അവൻ ഞങ്ങളുടെ അടുത്ത് വന്നു. അവൻ്റെ മുറിപ്പാടുള്ള കൈകളും പാർശ്വവും ഞങ്ങളെ കാണിച്ചു. പീറ്ററും ജോണും ഫിലിപ്പും എല്ലാവരും ഉണ്ടായിരുന്നു. കഷ്ടം, നിനക്ക് അവനെ കാണാൻ പറ്റിയില്ലല്ലോ. ഇല്ല, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് സമാധാനം. ദിദിമോസ്, വരിക, നിന്റെ വിരലിവിടെ കൊണ്ടുവരിക. എൻ്റെ കൈകൾ കാണുക. എൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ഞാൻ സ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ജെറുസലേമിലും യൂദ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരുന്നു. യേശുവിൻ്റെ ആ വാക്കുകൾ ശിഷ്യന്മാർ നടത്തേണ്ടിയിരുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖയായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഗുരുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ച് ശിഷ്യന്മാർ ലോകമെങ്ങും പോയി അവർ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ ലോകമെങ്ങും ക്രൈസ്തവ കൂട്ടായ്മകൾ രൂപം കൊണ്ടു തുടങ്ങി. തോമാസ് ശ്ലീഹ അഫ്ഗാനിസ്ഥാൻ, പാലസ്തീൻ, പേർഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ യേശുവിനെ പ്രഘോഷിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ ഒരു വീണെങ്കിലും മടിച്ചു നിന്ന തോമായെ ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട്
ധൈര്യപ്പെടുത്തിയതായ ഒരു കഥയുണ്ട്. പഞ്ചാബിലെ രാജാവായിരുന്ന ഗോണ്ടപ്പോറസിന് കൊട്ടാരം പണിയാനായി ഒരു മരപ്പണിക്കാരനായിട്ടാണ് തോമസ് ലീഹ ഇന്ത്യയിലേക്ക് കപ്പൽ കയറുന്നത്. യേശുവിന്റെ നാമത്തിൽ ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾ വഴി ക്രിസ്തീയ വിശ്വാസം അവിടെ വളർത്തുവാൻ അദ്ദേഹത്തിന് കഴിയും. അതിനുശേഷം അന്നത്തെ കച്ചവട തുറമുഖമായ മൊസറീസിൽ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കപ്പലിറങ്ങി. മാർത്തോമാസ് ലീഹായുടെ കേരളത്തിലെ പ്രേക്ഷിത വേലകൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ രചിച്ച റമ്പാൻ പാട്ട് എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയ പ്രകാരം നമുക്ക് തുടർന്ന് കാണാം.